إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأن محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أحسن الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. فأتبعوهم مشرقين فلما تراءى الجمعان قال أصحاب موسى إنا لمدركون قال كلا إن معي ربي سيهدين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹനദികളായ സത്യവിശ്വാസികളെ വിശ്വാസികളെ
സർവലോകരക്ഷിതാവായ അല്ലാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ച് ഹൃദയത്തിൽ ഭക്തിയുള്ള യഥാർത്ഥ മുത്തഖികളും മുവഹ്ഹിദുകളുമായി ജീവിതം ധന്യമാക്കണം എന്നാമുഖമായി വസിയത്ത് ചെയ്യുകയാണ്. സർവലോകരക്ഷിതാവ് അതിനുള്ള സൗഭാഗ്യവും തൗഫീഖും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. വിശുദ്ധ മുഹറം മാസം പകുതിയിലധികം നമ്മിൽ നിന്ന് പിന്നിട്ടിരിക്കുകയാണ്. ഈ മാസത്തിൽ പ്രവാചകന്റെ ഹിജ്റയുമായി ബന്ധപ്പെട്ട ചരിത്രം നമ്മൾ ആദ്യത്തെ ആഴ്ചയിൽ വിശദീകരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ മറ്റൊരു പ്രവാചകനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിൻ്റെ പലായനത്തിൻ്റെ ചരിത്രവും ഇതേ മാസത്തിൽ തന്നെയാണ്. അതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മളെല്ലാം നമ്മിൽ പലരും നോമ്പനുഷ്ഠിച്ചത്, അഥവാ ആശൂറ നോമ്പ്. എന്താണ് മൂസാ നബിയുടെ ഹിജ്റയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനുള്ള പാഠം? ബനു ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ മക്കൾ എന്നാണ് അർത്ഥം. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ പേരാണ്, യഥാർത്ഥ പേരാണ് ഇസ്രായേൽ. ബനു ഇസ്രായേൽ എന്ന് പറയുമ്പോൾ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ 12 മക്കളുടെ ചരിത്രവുമായി അഭേദ്യമായി ബന്ധമുള്ള ഒന്നാണ് മൂസാ നബിയുടെ പലായനത്തിന്റെ ചരിത്രം. നമുക്കറിയാം, യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മകൻ യൂസുഫ് നബി അലൈഹിസ്സലാം ചെറിയ പ്രായത്തിൽ തൻ്റെ 10 സഹോദരങ്ങൾ ഗൂഢാലോചന നടത്തി അദ്ദേഹത്തെ ഒഴിഞ്ഞ ഒരു കിണറ്റിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച് അവിടെ നിന്ന് യാത്രാസംഘം വീണ്ടെടുത്ത് ഈജിപ്തിലെ ചന്തയിൽ കൊണ്ടുവന്ന് വിൽക്കുകയാണ്. ഇതിനു മുമ്പ് യൂസുഫ് നബി അലൈഹിസ്സലാം ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്. പിതാവുമായിട്ട് അദ്ദേഹം അത് പങ്കുവെക്കുന്നുണ്ട്. യാ അബത്തി ഇന്നി റഅയ്തു 11 കൗകബൻ വശംസ വൽ ഖമറ റഅയ്തുഹും ലി സാജിദീൻ. ശംസ വൽ ഖമറ റഅയ്തുഹും ലി സാജിദീൻ. അല്ലയോ പിതാവേ, ഞാൻ 11 നക്ഷത്രങ്ങളെ സ്വപ്നം കണ്ടു. അതോടൊപ്പം സൂര്യനും ചന്ദ്രനും എനിക്ക് സാഷ്ടാംഗം ചെയ്യുന്നതായി സ്വപ്നം കണ്ടു. യാക്കൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, മോനെ, ലാ തഖസ്സസ് റുഇയാക ലാ ഇഖ്വതിക ഫയകീദു ലക കൈദ. ഈ സ്വപ്നത്തിന്റെ പിന്നിൽ വലിയൊരു യാഥാർത്ഥ്യമുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നിന്റെ സഹോദരങ്ങളുമായിട്ട് പങ്കുവെക്കരുത്, അവർ നിനക്കെതിരെ കുതന്ത്രം വരയും. യൂസുഫ് നബി അലൈഹിസ്സലാമിന് തങ്ങളെക്കാൾ എന്തോ ഒരു സവിശേഷതയുണ്ട് എന്ന് മനസ്സിലാക്കിയ അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ ആ ഗൂഢാലോചന നിർവഹിക്കുകയാണ്. അങ്ങനെയാണ് അദ്ദേഹം അടിമച്ചന്തയിൽ വിൽക്കപ്പെടുന്നത്. പിന്നീട് അദ്ദേഹം ഈജിപ്തിൽ ഭരണാധികാരിയായി വരുന്നതും ഈ സ്വപ്നം പിതാവിൽ നിന്ന് നഷ്ടപ്പെട്ട് 40 വർഷത്തിന് ശേഷം ഈ 11 നക്ഷത്രങ്ങൾ എന്ന് പറയുന്ന തൻ്റെ സഹോദരങ്ങളും സൂര്യനും ചന്ദ്രനുമാകുന്ന തൻ്റെ മാതാവും പിതാവും അദ്ദേഹത്തിൻ്റെ ദർബാറിലേക്ക് വന്ന് തൻ്റെ മഹാനായ മകന്റെ മഹത്വം മനസ്സിലാക്കുകയാണ്. അവിടെയാണ് സ്വപ്നം പുലരുന്നത്. പിന്നീട് അദ്ദേഹത്തോട്, ഈ ക്രൂരകൃത്യം നിർവഹിച്ചവരോട് മാപ്പ് നൽകി ഫലസ്തീനിലെ കൻആനിൽ നിന്ന് അവരോട് ഈജിപ്തിൽ വന്ന് തൻ്റെ കീഴിൽ താമസിക്കാൻ ആവശ്യപ്പെടുകയാണ്. അങ്ങനെയാണ് ഈജിപ്തിൽ ഇസ്രായേൽ സന്തതികൾ അഥവാ ബനു ഇസ്രായേൽ വംശം ഉടലെടുക്കുന്നത്. അവരുടെ എണ്ണം
സ്വദേശികളായ ഖിബ്തികളെക്കാൾ വർദ്ധിക്കുമോ എന്ന ഭയം അവിടുത്തെ ഭരണാധികാരികൾക്കുണ്ടായി. അതിൽപ്പെട്ടൊരു ക്രൂരനായ ഭരണാധികാരിയാണ് റാംസസ് രണ്ടാമൻ എന്നറിയപ്പെടുന്ന ഫിർഔൻ. ഫിർഔൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല, ആ രാജാക്കന്മാർക്ക് പൊതുവെ പറയപ്പെടുന്നൊരു പേരാണ്. മൂസാ നബി അലൈഹിസ്സലാം ജനിക്കുന്ന സന്ദർഭത്തിൽ അവിടെ ഭരിച്ചിരുന്നത് റാംസസ് രണ്ടാമനായ ഫറോവ ചക്രവർത്തിയായതുകൊണ്ടാണ് ഫിർഔൻ എന്ന് പറയപ്പെടുന്നത്. തങ്ങളുടെ അധികാരത്തിന് ഇസ്രായേലികൾ ഭീഷണിയാകുമോ എന്ന് കണ്ടപ്പോൾ അവിടെ ജനിക്കുന്ന ബനു ഇസ്രായേലികളെ നിഷ്കരുണം വധിക്കാൻ അദ്ദേഹം ഉത്തരവിടുകയാണ്. ഇന്ന ഫിർഔന അലാ ഫിൽ അർദ് വജഅല അഹ്ലഹാ ശിയഅ. ഫിർഔൻ ഭൂമിയിൽ ഔന്നത്യം നടിച്ചവനാണ്. അവിടെയുള്ള ജനങ്ങളെ വംശീയമായി അധിക്ഷേപിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ടവരായി ചിത്രീകരിച്ച് ഉന്നതരും താഴ്ന്നവരുമായ ജാതിക്കാരാക്കി മാറ്റി. അതാണ് ഖിബ്തികൾ. ഖിബ്തികൾ സ്വദേശികളാണ്, ഇസ്രായേലികൾ കുടിയേറി പാർത്തവരാണ്. സ്വാഭാവികമായും അവർക്ക് രണ്ടുപേർക്കുമിടയിൽ രണ്ട് നീതിയാണ്. ന്യായമായ നീതിപൂർവം വർത്തിക്കേണ്ട ഒരു ഭരണാധികാരി വിഭാവനം ചെയ്യുന്ന ആശയം ഇതിന്നും നമുക്ക് കാണാൻ സാധിക്കും. സവർണരും അവർണരും ആയി വിഭജിക്കപ്പെട്ട് മതത്തിന്റെയും ജാതിയുടെയും പേരിൽ തമ്മിലടിപ്പിക്കുന്ന ക്രൂരന്മാരായ ഭരണാധികാരികൾ ഫറവോമാർ എക്കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. അതിന്നും അപങ്കരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊക്കെ വരാനിരിക്കുന്ന ദാരുണമായ പര്യവസാനത്തെക്കുറിച്ച് ഫിർഔനിന്റെ ചരിത്രത്തിലൂടെ അള്ളാഹു നമ്മെ ബോധിപ്പിക്കുകയാണ്. وجعل أهلها شيعا يستضعف طائفة منهم يذبحون أبناءهم ويستحيي نساءهم. അവിടെ ജനിക്കുന്ന ഇസ്രായേൽ സന്താനങ്ങളിൽ ഒരു വർഷം ജനിക്കുന്ന ആൺകുട്ടികളെ മുഴുവൻ അറുകൊല ചെയ്യുക, അടുത്ത വർഷം ജനിക്കുന്ന ആൺകുട്ടികളെ ജീവിക്കാൻ അനുവദിക്കുക. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജ്യേഷ്ഠ സഹോദരനാണ് ഹാറൂൻ അലൈഹിസ്സലാം. ഹാറൂൻ അലൈഹിസ്സലാം ജനിക്കുന്ന സന്ദർഭത്തിൽ അവിടെ ആൺകുട്ടികൾക്ക് ജീവിക്കാൻ അനുവാദമുള്ള വർഷമാണ്. അത് കഴിഞ്ഞ് മൂസാ നബി അലൈഹിസ്സലാം ജനിക്കുന്ന വർഷം ആൺകുട്ടികളെ അറുവല യുദബ്ബിഹു അബ്നാഅഹും അറുക്കാൻ ഉത്തരവിട്ട വർഷമാണ്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മാക്ക് സ്വാഭാവികമായും തന്റെ കുഞ്ഞിന് ജന്മം നൽകിയ ആൺകുട്ടിയാണെന്നറിഞ്ഞപ്പോ ആ ഉമ്മയുടെ ഹൃദയം വല്ലാതെ നൊന്തുപോയി. കാരണം ഇതിനെ വധിക്കുമല്ലോ. ഫിർഔനിന്റെ കിങ്കരന്മാർ ഈ ജന്മവാർത്ത അറിഞ്ഞാൽ വീട്ടിലേക്ക് ഓടി വരും, കഴുത്തറുത്തു കൊല്ലും. അത് മനസ്സിലാക്കിയ അല്ലാഹു മൂസാ നബിയുടെ ഉമ്മാക്ക് ബോധന നൽകുകയാണ്. വഅൗഹൈനാ ഇലാ ഉമ്മി മൂസ അൻ അർളിഇ ഫഇൻ ഖിഫ്തി അലൈഹി ഫഅൽഖീഹി ഫിൽ യം വലാ തഖാഫി വലാ തഹ്സനി ഇന്നാ റാദ്ദൂഹു ഇലൈകി വജാഇലുഹു മിനൽ മുർസലീൻ. ഫഅൗഹൈനാ ഇലാ ഉമ്മി മൂസ അൻ അർളിഇ. മൂസായുടെ ഉമ്മക്ക് നാം ബോധന നൽകി കുട്ടിക്ക് പാലൂട്ടുക. ഫഇൻ ഖിഫ്തി അലൈഹി, ഇനി ആ കുട്ടി ഫൈദാ ഖിഫ്തി അലൈഹി, കുട്ടിയുടെ വിഷയത്തിൽ നിനക്ക് ഭയമുണ്ടോ, ഫഅൽഖീഹി ഫിൽ യം, കുട്ടിയെ ഒരു കൊട്ടയിലാക്കുക, ഒരു പെട്ടിയിലാക്കുക, എന്നിട്ട് നൈൽ നദിയിൽ നിക്ഷേപിക്കുക. സ്വാഭാവികമായി ഉമ്മയുടെ ആദി വർദ്ധിക്കുകയാണ്. കൊലപ്പെടുത്തുമെന്ന് ഭീഷണിയുള്ള സന്ദർഭത്തിലാണ് പെട്ടിയിലാക്കി നൈൽ നദിയിൽ നിക്ഷേപിക്കാൻ പറയുന്നത്. വെള്ളത്തിലേക്ക് നീന്താൻ അറിയാത്ത കുഞ്ഞിനെ വെള്ളത്തിലിട്ടാൽ എന്ത് സംഭവിക്കും? ഉമ്മയുടെ ഉൾഭയം കണ്ടപ്പോൾ അല്ലാഹു പറഞ്ഞു, ലാ തഖാഫി വലാ തഹ്സനി, പേടിക്കണ്ട, ദുഃഖിക്കണ്ട, ഇന്നാ റാദ്ദൂഹു ഇലൈകി വജാഇലുഹു മിനൽ മുർസലീൻ, ആ കുട്ടിയെ നാം നിനക്ക് തിരിച്ചു തരും, അവൻ നാം പ്രവാചകന്മാരിൽ ഉൾപ്പെടുത്തും, മുർസലീങ്ങളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും. പിന്നീട് കുട്ടിയെ ഉമ്മ അതുപോലെ ചെയ്യുകയാണ്. പെട്ടി നൈൽ നദിയിലൂടെ ഒഴുകി വന്നു. ഫിർഔനിന്റെ പരിചാരകന്മാർ കുളിക്കാൻ കടവിലേക്ക് ഇറങ്ങിയപ്പോ ഒരു പെട്ടി കാണുന്നു. തുറന്നു നോക്കുമ്പോൾ സുന്ദരനായ ഒരു ആൺകുട്ടിയാണ്. കറുത്ത നിറമുള്ള, നല്ല മുഖച്ഛായയുള്ള, നല്ല സുന്ദരനായ ഒരു ആൺകുട്ടി.
സ്വാഭാവികമായും അവർ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഫിറഔനും ഭാര്യ ആസിയ ബീവിയും കുട്ടിയെ കണ്ടു. ഭാര്യ പറഞ്ഞു, നിങ്ങൾ എല്ലാ കുട്ടികളെയും വധിക്കുന്നുണ്ട്, പക്ഷേ ഈ കുട്ടിയെ നിങ്ങൾ വധിക്കരുത്. ഇവനെ നമുക്ക് വളർത്താം, കൈ തക്കറുഹ, നമുക്ക് ഇവനെ കൺകുളിർക്കെ കണ്ട് ആസ്വദിക്കാം. ഇവനിലൂടെ നമുക്ക് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഏത് ക്രൂരനായ ഭർത്താവാണെങ്കിലും ഭാര്യയുടെ ആ വർത്തമാനത്തിൽ ആകൃഷ്ടരാകുമല്ലോ. അതാണ് അവിടെ സംഭവിച്ചത്. പക്ഷെ അള്ളാഹുവിൻ്റെ ഒരു തന്ത്രമായിരുന്നു അത്. കുട്ടി വളർന്നു വലുതായി. ആര് മലയൂട്ടാൻ കുട്ടിയെ സമീപിച്ചാലും വിസമ്മതിക്കുന്നു കുട്ടി. കുട്ടിക്ക് പാലൂട്ടാൻ ആരും അനുവദിക്കുന്നില്ല. കുട്ടിയാണെങ്കിൽ പാല് കുടിക്കാതെ നിലവിളിക്കുകയാണ്. ഉമ്മ മൂസായുടെ സഹോദരിയെ പെട്ടിയുടെ പിറകിൽ പോകാൻ ആവശ്യപ്പെട്ടിരുന്നു. പെട്ടി പോകുന്ന സ്ഥലത്തേക്ക് സഹോദരിയും കയറിപ്പോയി. അവരോട് പറഞ്ഞു, എന്തിനാ കുട്ടി ഇങ്ങനെ നിലവിളിക്കുന്നത്? അവർ പറഞ്ഞു, കുട്ടി പാല് കുടിക്കിട്ടാഞ്ഞിട്ടാണ്. ആര് പാല് കൊടുത്തിട്ടും കുട്ടി സമ്മതിക്കുന്നില്ല. അപ്പോൾ സഹോദരി പറഞ്ഞു, നല്ലൊരു ഉമ്മയെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അലാമയ്യക്ഫുലു, ഉത്തരവാദിത്വ ബോധമുള്ള ഒരു മാതാവിൻ്റെ അറിവിലുണ്ട്. അങ്ങനെ ഫിറഔനിന്റെ കൊട്ടാരത്തിലേക്ക് മൂസയുടെ ഉമ്മ വരികയാണ് അലൈഹിസ്സലാം. അവിടെ രണ്ട് കാര്യമാണ്. അല്ലാഹുവിന്റെ വാഗ്ദാനം, ഫറദനാഹു ഇലാ ഉമ്മിഹി കൈ തഖറ ഐനുഹാ വലാ തഹസൻ വലിതഅലമ അന്ന വഅദല്ലാഹി ഹഖ്. അല്ലാഹു മുമ്പ് ഒരു വാഗ്ദാനം നൽകിയിരുന്നു, ഈ കുട്ടിയെ ഇലേക്ക് തിരിച്ചു തരും, തിരിച്ചു കൊടുത്തു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഞാൻ ഇതുപോലെ എന്തൊക്കെ വാഗ്ദാനങ്ങൾ ഈ മനുഷ്യലോകത്തിന് നൽകിയിട്ടുണ്ടോ അതെല്ലാം നിറവേറ്റുന്നവനാണ് എന്ന സത്യം ചരിത്രത്തിലൂടെ ബോധ്യപ്പെടുത്തുകയാണ് ഉമ്മയെയും വരാനിരിക്കുന്ന ജനതയെയും. ഉമ്മക്ക് ബോധ്യപ്പെട്ടു അള്ളാഹു പറഞ്ഞ വാഗ്ദാനം നിറവേറ്റും എന്നുള്ളത്. പാലൂട്ടുന്നു, സ്വന്തം കുട്ടിക്ക് പാലൂട്ടുന്നു, അതിന്റെ പ്രതിഫലം മേടിക്കുന്ന അവസ്ഥയിലേക്ക് അള്ളാഹു ആ മാതാവിനെ ഉയർത്തുന്നു. അങ്ങനെ ആ കുഞ്ഞിലൂടെ തന്റെ ഉപജീവന മാർഗം അള്ളാഹു നിറവേറ്റി കൊടുക്കുകയാണ്. കുഞ്ഞ് വളർന്നു വലുതായി പട്ടണത്തിലേക്ക് ഇറങ്ങി. ബനൂ ഇസ്രായേലികൾക്ക് ഈജിപ്ഷ്യൻ നഗരങ്ങളിൽ വാസമില്ല, പ്രവേശനമില്ല. അവർ ഈജിപ്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ കഴിയേണ്ടവരാണ്. കാരണം അവർ കുടിയേറി വന്നവരാണ്. സ്വദേശികളുമായി ഇടപഴകാൻ അവർക്ക് സ്വാതന്ത്ര്യമില്ല. അവരുടെ വെപ്പാട്ടികളായി അടിമപ്പണി ചെയ്ത് അവർ നൽകുന്ന കൂലി നൽകിയാൽ അത് വാങ്ങി തിരിച്ചു പോകണം. ഇതാണ് നിയമം. ആ സമയത്താണ് മൂസാ നബി അലൈഹിസ്സലാം പട്ടണത്തിലേക്ക് വന്നപ്പോൾ ഖിബ്തിയും ബനൂ ഇസ്രായേൽപ്പെട്ട ഒരാളും തമ്മിൽ ശണ്ട കൂടുന്നത് കണ്ടത്. ഖിബ്തിയുടെ അടിമപ്പണി ചെയ്ത് ജോലി ചെയ്ത് കൂലി കൊടുക്കാൻ ഖിബ്തി വിസമ്മതിക്കുന്നു. കോപ്റ്റിക് വംശജരാണ് സ്വദേശികൾ. സ്വാഭാവികമായും തന്റെ കക്ഷിയിൽപ്പെട്ട ആള് എന്ന നിലക്ക് മൂസാ നബി അലൈഹി സ്വലാം ബനൂ ഇസ്രായേൽ പെട്ട ആളെ പക്ഷമാണ് നിന്നത്. കൂലി കൊടുക്കാൻ ആവശ്യപ്പെട്ടു. അതിന്റെ പേരിൽ ശണ്ടയായി. മൂസാ നബി ദേഷ്യം വന്നപ്പോൾ ഒരു അടിയണ്ട് കൊടുത്തു. അദ്ദേഹത്തിന്റെ അവധി അടുത്തത് കൊണ്ടായിരിക്കാം അദ്ദേഹം അന്ന് മരണപ്പെട്ടു. ഇത് വലിയ വിഷയമായി. ഒരു ഇസ്രായേലിൽപ്പെട്ട കുടിയേറിപ്പാർത്ത ഒരാൾ സ്വദേശിയായ ഒരാളെ വധിച്ചിരിക്കുന്നു എന്ന വാർത്ത പരക്കുകയാണ്. പ്രതികാരം ചെയ്യാൻ അവർ ഒരുമിക്കുകയാണ്. ഈ വിവരമറിഞ്ഞ മൂസാ നബി അലൈഹിസ്സലാം നാടുവിടുകയാണ്. ഫലസ്തീനിലെ മദിയൻ എന്നത് ജോർദാനിലാണ്. മദിയൻ പ്രദേശത്തേക്ക് ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന യാത്ര ചെയ്തുകൊണ്ട് അദ്ദേഹം അവിടെ എത്തി. മദിയൻ, അവിടെ ഒരു വെള്ളത്തിന്റെ തടാകത്തിന്റെ അടുക്കലേക്ക് അദ്ദേഹം വന്നപ്പോ കുറെ ആളുകൾ വെള്ളം എടുക്കുന്നുണ്ട്. തങ്ങളുടെ നാൽക്കാലികളെ അത് കുടിപ്പിക്കുന്നുണ്ട്. തങ്ങൾക്ക് കുടിക്കാൻ ആവശ്യമായ വെള്ളം ശേഖരിക്കുന്നുണ്ട്. പക്ഷേ രണ്ട് പെൺകുട്ടികൾ ലജ്ജാപതികളായി വിട്ടുനിൽക്കുകയാണ്. അദ്ദേഹം അവരോട് പോയി ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇങ്ങനെ വിട്ടുനിൽക്കുന്നത്? അവർ പറഞ്ഞു, മാ ഖത്ബുകുമാ, ഞങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹത്താ യുസ്ദിറ റിഹാ അബൂനാ ശൈഖുൻ കബീർ,
ഞങ്ങളുടെ വീട്ടിൽ വൃദ്ധനായ ഒരു പിതാവ് മാത്രമാണുള്ളത്. ഞങ്ങൾക്ക് വെള്ളമെടുക്കാൻ സൗകര്യമില്ല. അവിടെ ആളുകൾ ഒരുമിച്ച് കൂടുന്നിടത്തേക്ക് പെൺകുട്ടികളായി ഞങ്ങൾക്ക് പോകാൻ പ്രയാസമുണ്ട്. അപ്പം അവരെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞങ്ങൾക്ക് വെള്ളമെടുക്കാൻ കഴിയൂ. മൂസാ നബി അലൈഹിസ്സലാം അവരുടെ തോൽപാത്രം വാങ്ങി അവർക്ക് ആ പാത്രം നിറയെ വെള്ളം ശേഖരിച്ചു കൊടുത്തു. എന്നിട്ട് അദ്ദേഹം പടച്ചവനിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. പടച്ചവനെ, നീ എന്റെ ജീവിതത്തിൽ ഒരുപാട് എന്തൊക്കെ നന്മ തരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, അതിന് ഇപ്പോഴാണ് എനിക്ക് ആവശ്യം. എനിക്ക് വീടില്ല, കുടുംബമില്ല, നാട്ടിലേക്ക് പോകാനുള്ള സ്വാതന്ത്ര്യമില്ല. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അതിന് ഞാൻ ഇപ്പോൾ ആവശ്യക്കാരനാണ്, എനിക്കത് നൽകണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വലിയൊരു പാഠമാണിത്. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രാരാബ്ധങ്ങളും വരുമ്പോൾ സാമൂഹ്യ സേവനവുമായി ബന്ധപ്പെട്ട് നന്മകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ആ നന്മകൾ മുൻനിർത്തി പ്രാർത്ഥിക്കണം. അതാണ് മൂസാ നബി അലൈഹി സ്വലാം ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്നത്. നിസ്സഹായരായ 2 പെൺകുട്ടികൾ വീട്ടിൽ വൃദ്ധനായ പിതാവിനെ തനിച്ചാക്കി അവർക്കും അവരുടെ ആട്ടിനും ആവശ്യമായ വെള്ളം ശേഖരിക്കാൻ വേണ്ടി അത് കിട്ടാതെ പ്രയാസപ്പെടുമ്പോൾ അവരുടെ ആ പ്രയാസം നിറവേറ്റി കൊടുത്തുകൊണ്ട് അതിനുള്ള പരിഹാരം കാണിച്ചു കൊടുത്തുകൊണ്ട് ഈ നന്മ വെച്ചുകൊണ്ടാണ് അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. വെള്ളവുമായി വീട്ടിലേക്ക് വന്നപ്പോൾ വൃദ്ധനായ പിതാവ് ചോദിച്ചു, ഇന്നെന്തത്ര നേരത്തെ വന്നു? സാധാരണ പോയാൽ ഒരുപാട് വൈകാറുണ്ട്. കാരണം എല്ലാവരും വെള്ളം ശേഖരിച്ച് അവരൊക്കെ പോയതിന് ശേഷമേ ഇവർക്ക് വെള്ളം കിട്ടൂ. അവർ പറഞ്ഞു, ഞങ്ങളെ ഒരു മനുഷ്യൻ സഹായിച്ചു, നല്ല ശക്തിയുള്ള തബിയുൻ അമീൻ, നല്ല മിടുക്കനായ വിശ്വസ്തനായ ഒരു മനുഷ്യൻ. പിതാവേ, ഞങ്ങളെ സ്നേഹിച്ചു, ഞങ്ങളെ സഹായിച്ച ആ മനുഷ്യന് കൂലി കൊടുക്കണം. ഇന്ന മനിസ്തഅ്ജർതൽ ഖവിയ്യുൽ അമീൻ. എത്ര ആരോഗ്യവും വിശ്വസ്തനുമായ ഒരാൾ നമ്മെ സഹായിച്ചാൽ അയാൾക്കല്ലാതെ പിന്നെ ആർക്കാണ് നമ്മൾ കൂലി കൊടുക്കുക? അയാളല്ലാതെ ആരെയാണ് നമ്മൾ നമ്മുടെ കൂലിക്കാരനായി നിശ്ചയിക്കുക? പിതാവ് കുട്ടികളെ പറഞ്ഞയച്ചു, അദ്ദേഹത്തോട് വരാൻ പറഞ്ഞു. അദ്ദേഹം വീട്ടിലേക്ക് വന്നപ്പോൾ വിവരങ്ങളെല്ലാം പറഞ്ഞു. ആ പിതാവ് മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാം എന്നാണ് പല മുഫസ്സിറുകളും പറയുന്നത്. ഹദീസിലോ ഖുർആനിലോ അതിന്റെ കുറിച്ച് വ്യക്തമായ വിശദീകരണങ്ങളില്ല. ഏതായാലും അദ്ദേഹം ഒരു സ്വാലിഹായ മനുഷ്യനായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിന് അവിടെ അഭയം നൽകുകയാണ് അദ്ദേഹത്തിലൂടെ. അദ്ദേഹം പറഞ്ഞു, എന്റെ കൂലിക്കാരനാണ് നീ, ഇനി മുതൽ എന്റെ കൂലിക്കാരനാണ്. പക്ഷെ ഒരു അന്യ മനുഷ്യൻ വീട്ടിൽ അങ്ങനെ താമസിക്കുക എന്നത് അത്ര സുരക്ഷിതമല്ലല്ലോ. അതുകൊണ്ട് എന്റെ ആട്ടിനെ മേക്കണം, എന്റെ വീട്ടിലെ ജോലി ചെയ്യണം, എന്റെ മകളെ ഞാൻ നിനക്ക് വിവാഹം കഴിച്ചു തരാൻ പോവുകയാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ അടുത്ത് മഹർ നൽകാനില്ല. അദ്ദേഹം പറഞ്ഞു, മഹറായിട്ട് നീ എനിക്ക് ജോലി ചെയ്താൽ മതി, എൻ്റെ ആട്ടിനെ മേച്ചാൽ മതി. അത് 8 വർഷമായാൽ അതാണ് നല്ലത്, 10 ആയാൽ അതാണ് ഏറ്റവും അഭികാമ്യം. റസൂലുള്ളാഹിനോട് സഹാബത്ത് ചോദിക്കുന്നുണ്ട്, മൂസാ നബി എത്ര കാലമാണ് ആ വീട്ടിൽ ജോലി ചെയ്തത് മഹറായിട്ട്? റസൂലുള്ളാഹി പറഞ്ഞു, ഔഫാഹുമാ, ഏറ്റവും പൂർണ്ണമായത്, അഥവാ 10 വർഷം മൂസാ നബി അലൈഹി സ്വലാം അവിടെ ജോലി ചെയ്തു എന്നാണ്. അതിൽ മക്കളുണ്ടായി. 10 വർഷമായപ്പോ തന്റെ മഹറിന്റെ കാലാവധി കഴിഞ്ഞപ്പോൾ മൂസാ നബിക്ക് തന്റെ മാതാവിനെയും കുടുംബത്തെയും കാണാനുള്ള ആഗ്രഹം വീണ്ടും ജനിക്കുകയാണ്. മദീനയിൽ നിന്ന് തന്റെ ഭാര്യ വീട്ടിൽ നിന്ന് അദ്ദേഹം ആടുകളെയും ആടിനെ നോക്കാൻ ഉപയോഗിക്കുന്ന വടിയും എടുത്തുകൊണ്ട് മക്കളെയും ഭാര്യയെയും കൂട്ടിക്കൊണ്ട് ഈജിപ്തിലേക്ക് തിരിച്ചു വരികയാണ്. പടിയുന്ന വടയിൽ വെച്ചാണ് തൂർ സീന പർവ്വതത്തിന്റെ താഴ്വരയിൽ നിന്ന് ഒരു വിളിയാളം കേൾക്കുന്നത്. ഇദ് റആ നാറൻ ഫഖാല ലിഅഹ്ലിഹിം കുതു ഇന്നി ആനസ്തു നാറൻ ലഅല്ലി ആതികും മിൻഹാ ബിഖബസിൻ ഔ അജിദു അലന്നാരി ഖുവ. കുടുംബക്കാരോട് പറഞ്ഞു, അതാ പർവ്വതത്തിന്റെ സീനാ പർവ്വതത്തിന്റെ ഉച്ചിയിൽ നിന്നൊരു വെളിച്ചം കാണുന്നു. അക്കാലഘട്ടത്തിൽ യാത്രയിൽ പ്രയാസപ്പെടുന്ന ആളുകളെ സഹായിക്കാൻ പലരും പർവ്വതത്തിന്റെ മുകളിൽ കയറി അഗ്നി കത്തിക്കാറുണ്ട്. അപ്പൊ അദ്ദേഹം അതാണെന്നാണ് വിചാരിച്ചത്. ഇവിടെ അദ്ദേഹത്തിന് അത് ആവശ്യമാണ്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന അവിടെ തന്നെ മദീനയിൽ തന്നെ അല്ലാഹു സ്വീകരിച്ചു. വീടില്ലായിരുന്നു, ഭാര്യ വീട്ടിൽ അഭയം നൽകി. ജോലിയില്ലായിരുന്നു, ആ സ്വാലിഹായ മനുഷ്യന്റെ ആടുകളെ മേക്കുന്ന വീട്ടിലെ ജോലി കൊടുത്തു. ഭാര്യയില്ലായിരുന്നു, ഭാര്യയെ കൊടുത്തു. മക്കളില്ലായിരുന്നു, മക്കളെ കൊടുത്തു.
റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. പടച്ചവനെ, എന്റെ ജീവിതത്തിൽ എനിക്ക് ആവശ്യമായത് എന്താണെന്ന് എന്നെക്കാൾ അറിയുന്നവൻ നീയാണ്, എനിക്കത് നൽകണേ എന്ന ആ പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം നൽകുകയാണ്. അങ്ങനെ തിരിച്ചു വരുമ്പോഴും അദ്ദേഹത്തിന് പ്രയാസമുണ്ട്, വഴി അറിയുന്നില്ല, കൊടും തണുപ്പാണ്. ആ തണുപ്പിൽ ഒന്ന് കായാൻ പോലും കഴിയുന്നില്ല. അപ്പോഴാണ് തീനാളം കാണുന്നത്. നിങ്ങൾ ഇവിടെ താമസിക്കൂ, ഇവിടെ നിൽക്കൂ, ഞാൻ അവിടെ പോയി നോക്കട്ടെ, എന്നെ സഹായിക്കാൻ ആരെങ്കിലും അവിടെ ഉണ്ടാകുമെന്ന് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ചീന പർവ്വതത്തിന്റെ മുകളിലേക്ക് പോകുന്നത്. അവിടെ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫലമ്മാ അതാഹാ നൂദിയ യാ മൂസ ഇന്നി അന റബ്ബുക ഫഖ്ലഅന അലൈക ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ. അല്ലയോ മൂസ, നിന്നെ വിളിച്ചതും നീ ആ കണ്ട തീ കത്തിച്ചതും അതിന്റെ പ്രകാശമാണ്. ഞാൻ നിനക്ക് നൽകാൻ പോകുന്ന ദിവ്യ സന്ദേശത്തിന്റെ പൂർണ്ണ രൂപമാണ്. അതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ എന്നെ പ്രവാചകനായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. എന്താ മൂസ നിന്റെ കയ്യിൽ? അദ്ദേഹം പറഞ്ഞു, അതെന്റെ വടിയാണ്, എനിക്ക് ഊന്നി നടക്കാൻ പ്രായമായത് കൊണ്ടല്ല. അന്ന് അദ്ദേഹം 25-30 വയസ്സ് പ്രായമുള്ള ഒരു യുവാവാണ്. പക്ഷെ എന്നാലും ദൂരയാത്രക്ക് പോകുമ്പോൾ ഒരു വടി കയ്യിൽ വെക്കുക എന്നത് സ്വാഭാവികമായും അവർ ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ്. അതോടൊപ്പം എനിക്ക് ആടിനുണ്ട്, ആടിനെ വേക്കണം, ആടിനാവശ്യമായ ഇലകൾ കൊഴിച്ചു കൊടുക്കണം. വലിയ ഇതല്ലാത്ത വേറെയും പല ആവശ്യങ്ങളുണ്ട്. മൂസാ നബിയോട് അള്ളാഹ് ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ അള്ളാഹുവിന്റെ ആ സംസാരം കേട്ട സന്തോഷം കൊണ്ട്, അല്ലെ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ ഒരു വാക്ക് ചോദിച്ചാൽ നമ്മൾ ഒരുപാട് ഉത്തരങ്ങൾ പറയും. സംസാരിക്കാനുള്ള അതാണ്. വഹയി വരാൻ പോവുകയാണ്. മൂസ, എന്നെ ശ്രദ്ധിക്കൂ. ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖിമിസ് സ്വലാത ലിദിക്രി. ഞാൻ നിന്റെ റബ്ബാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ബോധനം നിനക്ക് നൽകപ്പെടാൻ പോവുകയാണ്. അത് പ്രബോധനം ചെയ്യാൻ നിന്നോട് ആവശ്യപ്പെടാൻ പോവുകയാണ്. എന്നെ അനുസ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനും നമസ്കരിക്കുവാനുമുള്ള വഹയി നിനക്ക് നൽകപ്പെടാൻ പോവുകയാണ്. മൂസാ നബിക്ക് അത്ഭുതമായി. മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുമായിട്ട് അങ്ങനെ കുറെ സംസാരിച്ചു. ആ മൂസ എങ്കിൽ ആ വടിയൊന്ന് നിലത്തിട്ടപ്പോൾ അത് പാമ്പായി മാറി. അപ്പൊ മൂസാ നബിക്ക് അള്ളാഹു ബോധ്യപ്പെടുത്തി കൊടുത്തു, ഇത് കേവലം ആടിനെ മേക്കാനും ഇല അടിച്ചു പിടിക്കാനും മാത്രമുള്ളതല്ല, ഇതിലെന്തൊക്കെയോ ദിവ്യമായ അത്ഭുതങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അള്ളാഹു മൂസാ നബിയോട് പറഞ്ഞു, ഫിർഔൻ എന്ന ക്രൂരനായ ആ ഭരണാധികാരി ഇപ്പോഴും ഈജിപ്തിലുണ്ട്. നിന്റെ വംശത്തിൽപ്പെട്ടവരെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വതന്ത്രമായി ജീവിക്കുവാൻ അവർ അനുവദിക്കുന്നില്ല. അവരെ ഫിർഔനിന്റെ ഹസ്തങ്ങളിൽ നിന്ന് മോചിപ്പിക്കണം. മൂസാ നബിക്ക് ഭയമായി. മൂസാ നബി പറഞ്ഞു, റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതൻ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പടച്ചവനെ, എനിക്ക് അങ്ങനെ വാചാലമായി സംസാരിക്കാൻ കഴിയില്ല. മൂസാ നബി ജന്മനാ ഒരു വിക്കുള്ള ആളായിരുന്നു. ഫിർഔൻ അത് എടുത്ത് പറയുന്നുണ്ട്. പ്രബോധനവുമായി വന്നപ്പോ അദ്ദേഹം പറയുന്നുണ്ട്, ഇന്നഹു ഹുവ മഹീൻ വലാ യകാദു യുബീൻ. ശരിക്കും മനസ്സറിഞ്ഞ് അല്ലെങ്കിൽ വാചാലമായി സംസാരിക്കാൻ കഴിയാത്ത വളരെ നിന്ദനായ ഈ മനുഷ്യനാണ് ഒരു രാജാവായ എന്നോട് സംസാരിക്കാൻ വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പരിഹാരമായിട്ടാണ് ഹാറൂൻ നബി അലൈഹിസ്സലാമിനെ തന്റെ സഹായിയായി ആവശ്യപ്പെട്ടതനുസരിച്ച് നിശ്ചയിച്ചു കൊടുക്കുന്നത്. ഹുവ അഫ്സഹു മിന്നി എന്ന് പറയുന്നത്. ഹാറൂൻ എന്നേക്കാൾ വാചാലനാണ് സംസാരിക്കാൻ. അള്ളാഹു പറഞ്ഞു, എങ്കിൽ രണ്ടുപേരും മൂസയും ഹാറൂനും ഫിർഔനിന്റെ അടുക്കലേക്ക് പോകണം. എന്നിട്ട് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അവർ പറഞ്ഞു കൊടുത്തു. അവർ ചോദിച്ചു, മുഹമ്മദ് റബ്ബുക്കമായ മൂസ, ആരാണ് മൂസ നീ പരിചയപ്പെടുത്തുന്ന റബ്ബ്? അന റബ്ബുക്കുൽ ആല, ഞാനുണ്ടല്ലോ ഇവിടെ റബ്ബായിട്ട്. വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, ഈ കാണുന്ന നദികൾ നൈൽ നദിയും യൂഫ്രട്ടീസും ടൈഗ്രീസും ഒക്കെ എന്റെ അധീനതയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള എന്നോട് വേറൊരു റബ്ബിനെ കുറിച്ച് പരിചയപ്പെടുത്തുകയോ? മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഓരോ സൃഷ്ടിപ്പിനും അതിൻ്റെതായ പ്രകൃതം നൽകി അതിന് ജീവിതത്തിന്റെ മാർഗദർശനം നൽകുന്ന യഥാർത്ഥ സ്രഷ്ടാവിനെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. പക്ഷേ ഫിർഔൻ അത് ഗ്രഹിച്ചില്ല. എന്താണ് എന്റെ ആവശ്യം? അർസിൽ മഅയ ബനീ ഇസ്രായേൽ,
4 നൂറ്റാണ്ടായി ബനു ഇസ്രായേലികളെ നിന്റെ മുൻഗാമികളും നീയും അടക്കം ക്രൂരമായി പീഡിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരെ മോചിപ്പിക്കണം. ഫിർഔൻ തന്റെ പടയാളികളോട് ഇവനെ വകവരുത്തണം എന്ന് ഉത്തരവിടുകയാണ്. പക്ഷേ അത് പെട്ടെന്ന് സാധ്യമാകുന്ന കാര്യമല്ല എന്ന് ഇവരുടെ സംസാരത്തിൽ അദ്ദേഹം മനസ്സിലായി. അങ്ങനെയാണ് ഒരു ദിവസം നിശ്ചയിച്ച് അവരുടെ ഉത്സവ ദിവസത്തിൽ അവരെ അവിടെ കൂടി അവരെ മായാജാലത്തിലൂടെ മയക്കി ഈ നാട്ടിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യാൻ ഉത്തരവിടുന്നത്. ഫിർഔൻ തന്റെ കിങ്കണന്മാരെ എല്ലാവരും ഒരുമിച്ച് കൂട്ടി അവരോട് പറഞ്ഞു, ഇവനെ നമ്മുടെ മായാജാലം കൊണ്ട് കീഴടക്കണം. മൂസാ നബി അലൈഹി സ്വലാം തന്റെ വടിയുമായി വന്നു. അവർ അവരുടെ കയറും വടിയുമായി അവരും വന്നു. മൂസയെ ആദ്യം വടിയിടേണ്ടത് നീയാണോ അതോ ഞങ്ങളാണോ? മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, നിങ്ങളിട്ടോളൂ. മുസായുടെ മുന്നിൽ ഫിർഔനിന്റെ ആ സാഹിര്യങ്ങൾ അവരുടെ കയറുകളും വടികളും വിട്ടപ്പോ അത് പാമ്പായി എഴുതുന്നത് മൂസാ നബി അലൈഹി സ്വലാമിന് തോന്നിയെന്നാണ്. മൂസാ നബിക്ക് പേടിയായി. തിരിഞ്ഞോടാൻ നിൽക്കുമ്പോഴാണ് അല്ലാഹു പറഞ്ഞത്, അൽഖി മാ ഫീ യമീനിക്. മൂസ എങ്ങോട്ടാണ് നീ ഓടുന്നത്? ഈ വടി കൊണ്ട് നീ പറഞ്ഞ ആവശ്യം മാത്രമല്ലല്ലോ ഉള്ളത്, നിന്റെ ആ വടി നിലത്തിടൂ. അവർ തങ്ങളുടെ കൺകെട്ട് വിദ്യ കൊണ്ട് നിർമ്മിച്ചതിനെ എല്ലാം ഇത് വിഴുങ്ങിക്കളയും. മൂസാ നബി അലൈഹി സ്വലാം വടിയിട്ടപ്പോ പറഞ്ഞതുപോലെ സംഭവിച്ചു. മൂസാ നബിക്ക് അത്ഭുതം തോന്നി. അതുകൊണ്ടാണ് ഈ വടിക്ക് ഇങ്ങനെയും കഴിവുണ്ടായിരുന്നു. പ്രവാചകന്മാരുടെ മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ അവർ പോലും അറിയില്ല അതിന്റെ രഹസ്യങ്ങൾ. അത് അല്ലാഹു അവരിലൂടെ പ്രകടിപ്പിക്കുന്ന കാര്യമാണ്. അതിന്റെ ഉദാഹരണമാണ് മൂസാ നബി. അല്ലെങ്കിൽ മൂസാ നബിക്ക് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ വടിക്ക് ഇങ്ങനെ ഒരു സിദ്ധിയുണ്ട് എന്നറിഞ്ഞാൽ പിന്നെന്തിനാണ് അവരുണ്ടാക്കിയ വടി പാമ്പായി മാറുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാം തിരിഞ്ഞുകൊടുന്നത്? അവിടെ അല്ലാഹു വഹി കൊടുക്കുകയാണ്. അപ്പോഴാണ് ഈ കൺകെട്ട് വിദ്യ അവതരിപ്പിച്ച ആളുകൾക്ക് പോലും ഇതിൽ അത്ഭുതം കാണുന്നതും. ലോകത്തിന്റെ രക്ഷിതാവിൽ ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു. മൂസയും ഹാറൂനും പരിചയപ്പെടുത്തിയ റബ്ബാണ് യഥാർത്ഥ റബ്ബ്. ഫിർഔൻ എന്ന റബ്ബ് വ്യാജമാണെന്ന് ഉച്ചരിക്കുകയാണ്. ഇത് ഫിർഔനിനെ സംബന്ധിച്ചിടത്തോളം അസഹ്യമായിരുന്നു. അവർ പറഞ്ഞു, മൂസയും നിങ്ങളും ഒത്തൊരുമിച്ച് എനിക്കെതിരെ കുതന്ത്രം മെനഞ്ഞതാണ്, നിങ്ങൾ കാപ്പട്യം കളിച്ചതാണ്. അതുകൊണ്ട് നിങ്ങളുടെ കൈകാലുകൾ വിപരീത ദിശയിൽ ഞാൻ ഛേദിക്കും, നിങ്ങളെ ഈത്തപ്പന മരത്തിൽ ഞാൻ കുരിശിലേറ്റി തറച്ചു കൊല്ലും. അവര് പറഞ്ഞു, ആയിക്കോട്ടെ, ഞങ്ങൾക്ക് വിരോധമില്ല. നീ ദുനിയാവിലല്ലേ വിധിക്കൂ, ഞങ്ങളുടെ രക്ഷിതാവിന്റെ പരലോക വിജയം, ആ വിധിയിലുള്ള വിജയ പ്രതീക്ഷയാണ് ഞങ്ങൾ. ഞങ്ങൾ നിനക്ക് വേണ്ടി ഒരുപാട് സിഹറുകൾ നടത്തിയിട്ടുണ്ട്, കൺകെട്ടുകൾ നടത്തിയിട്ടുണ്ട്, ഒരുപാട് ബനൂ ഇസ്രായേൽ വംശജരെ നിർമ്മാർജ്ജനം ചെയ്തിട്ടുണ്ട്. ഈ പാപത്തിന്റെ പരിഹാരം മൂസായുടെയും ഹാറൂനിന്റെയും റബ്ബിൽ വിശ്വസിക്കലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവരുടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിന് വഹി കൊടുത്തത്. ഫഖ്തബറൂഹും മുശ്രിഖീൻ. പ്രഭാതവേളയിൽ അവരുമായി പുറപ്പെടാൻ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ചെങ്കടലിന്റെ വക്കത്തെത്തിയപ്പോഴാണ് ഫിർഔനും കൂട്ടരും പിന്നിൽ നിന്ന് വരുന്നത് അവർ കാണുന്നത്. ബനൂ ഇസ്രായേലികൾ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അവർ പറഞ്ഞു, മൂസേ, മുന്നിൽ ചെങ്കടലാണ്, പിന്നിൽ ഫറോവയും കൂട്ടരുമുണ്ട്. ഇന്നാല മുദ്രക്കൂൻ, കഥ കഴിഞ്ഞതല്ലേ, ഇനി നമുക്ക് പ്രതീക്ഷയില്ല. മൂസാ നബിക്ക് അപ്പോഴും അറിയില്ല തന്റെ കയ്യിലൊരു വടിയുണ്ട്, അതുകൊണ്ട് കടലിൽ അടിച്ചാൽ രക്ഷപ്പെടാമെന്ന്. അവിടെയാണ് അല്ലാഹു അദ്ദേഹം പറഞ്ഞ പ്രതീക്ഷയുടെ വാക്ക്, ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. ഏത് പ്രതിസന്ധിയിലും എന്റെ കൂടെ റബ്ബുണ്ട്, അവൻ എനിക്കൊരു മാർഗം കാണിച്ചു തരുമെന്ന ആ പ്രതീക്ഷയുടെ വർത്തമാനം. അതാണ് വിശ്വാസിക്കുന്നതിലുള്ള പാഠം. എന്ത് പ്രതികൂല സാഹചര്യത്തിലും എന്റെ റബ്ബ് എന്നെ കൈവിടുകയില്ല, അവനെ ഞാൻ വരമേൽപ്പിച്ചിരിക്കുന്നു എന്നൊരു ബോധം. അപ്പോഴാണ് അല്ലാഹു വഹി കൊടുക്കുന്നത്, വടി കൊണ്ട് കടലിൽ അടുക്കൂ. അപ്പോൾ സമുദ്രം പിളരുകയാണ്. 2 ഭാഗത്തും ഉയർന്നു നിൽക്കുന്ന മൺതിട്ട പോലെ
ഒരു ഉണങ്ങിയ വഴി, ഒരു റോഡ് പോലെ ആ ചെങ്കടൽ മാറുന്നു. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമും ബനൂ ഇസ്രായേലുകളും അത് കടന്നു അപ്പുറത്ത് ഫലസ്തീനിലേക്ക് എത്തി. പിറകിൽ വരുത്തിയപ്പോഴോ ചെങ്കടലിൽ അതാ ഉണങ്ങി നിൽക്കുന്ന ഒരു വഴി, വെള്ളം അതാ രണ്ട് തിട്ടയായി മാറിയിരിക്കുകയാണ്. ഇതിനേക്കാൾ സൗകര്യം ഉള്ള ഒരു യാത്രാപഥം ഇനി എന്താണുള്ളത് എന്ന് ചിന്തിച്ചുകൊണ്ട് ഫിറഔനും കൂട്ടരും അതിലേക്ക് ഇറങ്ങിയപ്പോ ഫിറഔനെയും കൂട്ടരെയും അല്ലാഹു ആ വെള്ളം ഒരുമിപ്പിച്ചുകൊണ്ട് അസ്റഫ്നാഹാണ്, വെള്ളം മുമ്പ് എങ്ങനെയായിരുന്നു അതേപോലെ അത് സംഗമിച്ചു, അവർ മുങ്ങിച്ചെത്തു. ഇങ്ങനെ ഒരുപാട് ജനതയെ അല്ലാഹു പിടികൂടിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു വിഭാഗമാണ് ചരൽ മഴ കൊണ്ട് ശിക്ഷിക്കപ്പെട്ട സമൂദ് ഗോത്രം പോലുള്ള, അതേപോലെ തന്നെ ചരൽ മഴ കൊണ്ട് വർഷിക്കപ്പെട്ട ജനത, അതുപോലെ തന്നെ ഘോര ശബ്ദങ്ങൾ കൊണ്ട് വർഷിക്കപ്പെട്ട ജനത, ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെട്ട ജനത, ഹാറൂനിനെ പോലുള്ള ആള് അഹങ്കാരികൾ, വെള്ളത്തിൽ മുക്കി നശിക്കപ്പെട്ട ജനത, ഫിറഔനിനെ പോലെ അതിന്റെ ശിങ്കിടികളെ പോലെയുള്ള ആളുകൾ. ഇതൊന്നും അവരോട് അള്ളാഹു ചെയ്ത അക്രമമല്ല, അവർ അവരെ തന്നെ ആക്രമിച്ചപ്പോ അള്ളാഹു അവരോട് ചെയ്ത അവർക്ക് നൽകിയ ശിക്ഷയാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അത് മുഹറം 10 മൂസാ നബി അലൈഹിസ്സലാം രക്ഷപ്പെട്ടത് എന്നാണ് ചരിത്രം നമുക്ക് നൽകുന്ന പാഠം. അതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റക്ക് മുമ്പേ നോമ്പനുഷ്ഠിച്ചതും ഹിജ്റക്ക് ശേഷം യഹൂദികൾ നോമ്പനുഷ്ഠിക്കുന്നത് കണ്ടപ്പോൾ ഹിജ്റ 9 കൂടി മുഹറം 9 കൂടി അടുത്ത വർഷം ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ നോമ്പനുഷ്ഠിക്കുമെന്ന് പറഞ്ഞതും അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്. ഇതാണ് മൂസാ നബി അലൈഹിസ്സലാമിന്റെ പലായനത്തിന്റെ ചരിത്രം. ഇത് വിശ്വാസികളായ നമുക്ക് അള്ളാഹു നൽകുന്ന ഒരു പ്രതീക്ഷയാണ്. എത്ര ക്രൂരന്മാരായ ഭരണാധികാരികൾ നമ്മുടെ മുമ്പിൽ അതീശത്വം വളർന്നാലും ശരി, അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് അവനിൽ തവക്കുൽ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് എപ്പോഴും അള്ളാഹുവിന്റെ സഹായമുണ്ടാകും. വിശ്വാസികളെ സഹായിക്കുക എന്നത് എന്റെ ഉത്തരവാദിത്തമാണ്. അള്ളാഹു ഏറ്റു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ولجميع المسلمين والمؤمنين أجمعين فاستغفروه إنه هو الغفور الرحيم. إن الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. ഒരിക്കൽ കൂടി സർവശക്തനായ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് നിർത്തുകയാണ്. മഹാനായ അമവി ഖലീഫയായിരുന്ന ഹാറൂൻ റഷീദ്, അദ്ദേഹത്തിന്റെ കീഴിലുണ്ടായിരുന്ന ഒരു മന്ത്രിയാണ് യഹ്യ ബിൻ ഖാലിദ് അൽ ബർമക്കി. അദ്ദേഹത്തെ പിന്നീട് ഖലീഫ തന്നെ ജയിലിലടക്കുന്ന സാഹചര്യമുണ്ടായി. ജയിലിലേക്ക് അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി വന്ന അദ്ദേഹത്തിന്റെ മകൻ ജഅഫർ ബിൻ യഹ്യ ബിൻ ഖാലിദ് അൽ ബർമക്കി ഉപ്പയോട് ചോദിക്കുന്നുണ്ട്, ഉപ്പ, എന്തുമാത്രം അധികാരവും അനുഗ്രഹങ്ങളും നൽകപ്പെട്ട ഒരു കുടുംബമായിരുന്നു നമ്മൾ, ഇന്ന് എന്തുകൊണ്ടായിരിക്കാം നമുക്ക് ഈ ഗതി വന്നത് എന്ന്. അവിടെ യഹ്യ ബിൻ ഖാലിദ് അൽ ബർമക്കി പറയുന്നുണ്ട്, ഉപ്പാക്ക് അധികാരം കിട്ടിയ വേളയിൽ ഒരുപാട് നിരപരാധികളെ ഇതേ ജയിലറക്കുള്ളിൽ വെച്ച് പീഡിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ക്രൂരമായ മർദ്ദനങ്ങൾക്ക് ഉത്തരവിട്ടിട്ടുണ്ട്. അന്നുള്ള രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അവർ നമുക്കെതിരെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ നമ്മൾ അതിനെക്കുറിച്ച് അശ്രദ്ധാനായിരുന്നു. നമ്മുടെ നാഥൻ ഒരിക്കലും അശ്രദ്ധവാനല്ല. ولا تحسبن الله غافلا عما يعمل الظالمون إنما يؤخرهم ليوم تشخص فيه الأبصار. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, ക്രൂരത കൊണ്ട് ചരിത്രം എഴുതുന്ന ഭരണാധികാരികളുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ഇതൊന്നും അല്ലാഹു കാണുന്നില്ലേ എന്നൊരിക്കലും നിങ്ങൾ ചിന്തിക്കരുത്. കണ്ണുകൾ തള്ളിപ്പോകുന്ന ഒരു ദിവസത്തിലേക്ക് നാം അവരെ അയച്ചു വിട്ടിരിക്കുകയാണ്. എന്ന അറബി ഭാഷയിൽ ഒരു ആപ്തവാക്യമുണ്ട്. അള്ളാഹു അവധി നീട്ടിക്കൊടുക്കും, സാവകാശം കൊടുക്കും, പക്ഷെ അവഗണിക്കുകയില്ല. എന്നെങ്കിലും ഒരു നാൾ പിടികൂടും.
അതിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അന്ന് ഹാറൂൻ റഷീദിന്റെ മന്ത്രിയായിരുന്ന യഹ്യ ഇബ്നു അൽ ബർമക്കി പറഞ്ഞതായി ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ കാരണം ഒരു നിരപരാധിയുടെയും കണ്ണുനീർ ഈ മണ്ണിൽ വീഴാൻ പാടില്ല. 1000 നിരപരാധികൾ, 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന് ഗാന്ധിജി പറഞ്ഞത് കൊണ്ടാണ്. എത്ര കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും അള്ളാഹു പിടികൂടും, പക്ഷെ ഒരു നിരപരാധി ശിക്ഷിക്കപ്പെട്ടാൽ അള്ളാഹു നമ്മെ പിടികൂടും എന്ന ബോധം നമുക്കുണ്ടായിരിക്കണം. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, മാ ബൈനൽ അർശി വത്തുറാബ്, അർശിന്റെയും മണ്ണിന്റെയും അഥവാ ഭൂമിയുടെയും ഇടയിലുള്ള അകലം എത്രയാണ്? അദ്ദേഹം പറഞ്ഞ മറുപടി, ദഅവത്തുൽ മദ്ലൂമിൽ മുസ്തജാബ, ഒരു മർദിതന്റെ പ്രാർത്ഥനയുടെ ഉത്തരം ലഭിക്കുന്ന അത്രയും അകലം എന്ന് പറഞ്ഞാൽ വളരെ അടുത്താണ്. ഒരു നിരപരാധിയായ മനുഷ്യൻ പീഡിപ്പിക്കപ്പെട്ടാൽ, നാം മുഖേന പ്രയാസപ്പെട്ടാൽ, അവന്റെ പ്രാർത്ഥനകൾ അല്ലാഹുവിലേക്ക് ഉയർന്നാൽ എത്രമാത്രം വേഗതയിൽ അതിന്റെ ഉത്തരം ലഭിക്കുമോ അത്രമാത്രം അടുത്താണ് അർശും ഭൂമിയും എന്ന് അദ്ദേഹം ഒരു ഉപമയിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇത് നമുക്കുള്ളൊരു പാഠമാണ്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് ഏഷ്യയിലെ ഒരു ദ്വീപായ സൈപ്രസ്, ഖുബ്റുസ് എന്ന പ്രദേശം ഇസ്ലാമിലേക്ക് വരുന്നത്. മഹാനായ മുആവിയ്യ ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഏതാനും സഹാബികൾ പോയി ആ പ്രദേശം ഇസ്ലാമിലേക്ക് സ്വീകരിച്ച് അധീനപ്പെടുത്തിയപ്പോൾ അബൂ ദർദാ റളിയല്ലാഹു അൻഹു കൂട്ടത്തിലുണ്ടായിരുന്ന പ്രമുഖനായ ഒരു സഹാബിയാണ്. അദ്ദേഹം സൈപ്രസ് ഇങ്ങനെ നോക്കി നിന്ന് കണ്ണുനീർ ഒലിപ്പിക്കുകയാണ്. സഹാബികൾ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഇത്ര വലിയ അനുഗ്രഹം ലഭിച്ചിട്ട് ഈ സമയത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട സമയത്ത് അങ്ങിങ്ങനെ പ്രയാസപ്പെടുന്നത്, അങ്ങിങ്ങനെ കരയുന്നത്? അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു ജനത അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിസ്മരിച്ച് കാറ്റിൽ പറത്തി തോന്നിവാസിയായി ജീവിച്ചാൽ അവർക്ക് വരാനിരിക്കുന്ന ദുരന്തമല്ലേ? ഇത്ര വലിയ സുന്ദരമായ ഒരു ദ്വീപുണ്ടായിട്ടും അതിനെ സംരക്ഷിക്കുവാൻ അവർക്ക് സാധിക്കാതെ പോയത്.